ഈ തന്ത്രിയിൽ ഈ പറയുന്ന പേരും കള്ളന്മാരുടെ പട്ടികയിൽ പെട്ടിരിക്കില്ലേ? രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് അയാളുടേതായ ചില സ്വകാര്യതകളുണ്ട്. അത് ദുരുപയോഗം ചെയ്യുകയോ ഇല്ല എന്നുള്ള പദമുണ്ട്. ദുരുപയോഗം എന്നുള്ളൊരു പദമുണ്ട്. ആ ദുരുപയോഗം ഏത് ആക്ട് പാസ്സാക്കിയാൽ അവർ കിടക്കുകയല്ലേ? എനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് അയാൾക്ക് ഈ വാട്സപ്പ് സന്ദേശം വരുന്നത് ശരിയാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇപ്പൊ തന്നെ ഈ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതായത് എന്ത് അറസ്റ്റാ, വിർച്വൽ അറസ്റ്റോ, അവർ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് എന്റെ സ്വകാര്യമായി ഞാൻ വിശ്വസിച്ച ഒരു സർക്കാരിനെ ഏൽപ്പിച്ചത് അത് എന്റെ അറിവില്ലാതെ അത് ദുരുപയോഗം ചെയ്ത് എനിക്ക് വീണ്ടും ഭരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തെന്ന് പറയാൻ ആരാണ് ഈ സർക്കാരിന് അനുവാദം കൊടുത്തത്? നിങ്ങളുടെ പാർട്ടിയെ സമ്മതിക്കുമോ? നിങ്ങളുടെ പാർട്ടി ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ അതാ പറയുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നാളെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ വരുമ്പോ അത് BJP ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുവോ? വെറുതെ ന്യായീകരിക്കുന്നോ ഒരു പൗരന്റെ അവകാശത്തെ ധ്വംസിച്ചിട്ട്? ഇത് എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നയാത്? ഇത് എവിടുത്തെ LDF നയാത്? ഏത് LDF അറിഞ്ഞിട്ടുള്ളത്? ഏത് മന്ത്രിസഭ അറിഞ്ഞിട്ടുള്ളത്? ഇത് ആരാ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ നാളെ ഉത്തരം കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ആഴ്ചയും അത് നോക്കിയിട്ട് കാര്യമില്ല. എന്റെ സ്വകാര്യമായ അവകാശം എനിക്കുള്ളതാണ്. ആ അവകാശം ദുരുപയോഗം ചെയ്യാൻ ഒരു സർക്കാരിനും അവകാശമില്ല, ഒരു പാർട്ടിക്കും അവകാശമില്ല. ഇത് പാർട്ടി തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയട്ടെ. അതല്ല, ഇത് ഗവൺമെന്റിന്റെ തീരുമാനമാണെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ, പത്രസമ്മേളനം നടത്തി പറയട്ടെ. 77 ലക്ഷം ഡാറ്റ ഞങ്ങൾ ഉപയോഗിച്ചത് ഞങ്ങൾ നിയമപരമായിട്ട് അത് പറയട്ടെ. അന്ന് നമുക്ക് വിശ്വസിക്കാം. അതെല്ലായിടത്തും അത്തുള്ള കാലം. നിങ്ങൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഒരു പൗരന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതാണ് സ്പ്രിംഗ്ലർ കേസിന് ഹൈക്കോടതി പറഞ്ഞത്. ആ ഉത്തരവ് 2020 ഉത്തരവ് ഇപ്പോഴാണ് നിലനിൽക്കുക. ആ ഉത്തരവ് റദ്ദാക്കപ്പെട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് അവരുടെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ വേറെ മാർഗമുണ്ട്. പാർട്ടിക്കാർക്ക് സജ്ജമല്ല പ്രതീക്ഷയെ, പാർട്ടിക്കാർ സജ്ജരല്ല ഇതൊക്കെ പറയാൻ. അതുകൊണ്ടാണ് നവകേരള മിഷന്റെ സർവേ 10% പോലും പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇനി 8 ദിവസമേ ഉള്ളൂ അവർ പ്രഖ്യാപിച്ച ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ. എന്താ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. വേണമെങ്കിൽ ഇതൊക്കെ നടത്താം. 8 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയവർക്ക്? അപ്പൊ നവകേരള സർവേക്ക് എടുത്തു കൊടുത്ത ആദ്യത്തെ തുക അത് ആര് തിരിച്ചടയ്ക്കും? പാർട്ടി തിരിച്ചടയ്ക്കുവോ? അതിത് വിളിച്ചു പറയാനോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് എന്താ മടിയുണ്ടായത്? പാർട്ടി പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്.